ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ചെറിയൊരു യാത്രയിലാണ് എല്ലാവരും കൂടെ. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നത് 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ കയറി. ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു മെയിൻ്റെനൻസ് വർക്കിൻ്റെ ഒരു മെഷീനറി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനൊരു കൗതുകമുള്ള സംഭവമാണ്. ഒരു ഓപ്പൺ ആയിട്ടുള്ള ട്രെയിനിൻ്റെ സംഭവം, അതിൻ്റെ ട്രാക്കിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനെ എന്തോ സംഭവമാണ്. എനിക്ക് വലിയ ഐഡിയ ഇല്ല, അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും കാണാനൊരു കൗതുകം തന്നെയാണ്. പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് റെയിൽവേയിൽ. ഞങ്ങളിതിങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ ഇതേ വരുന്നത് നമുക്ക് പോകാനുള്ള മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ്. ഇതിലാണ് നമ്മുടെ ഇനിയുള്ള യാത്ര, കോയമ്പത്തൂർ വരെ. കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ വരുന്ന വണ്ടിയിലാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് വണ്ടിയിൽ, നല്ലപോലെ. ഒന്നാമത് ഈ മാംഗ്ലൂർ ചെന്നൈ ഭാഗത്തുള്ള വണ്ടികൾ മാംഗ്ലൂർ ട്രിവാൻഡ്രം റൂട്ടും ഇവിടുന്ന് ഈ കണ്ണൂരിൽ നിന്ന് നല്ലപോലെ തിരക്കുണ്ടാവാറുണ്ട്. നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടി എത്തി, വണ്ടിയിൽ കയറി. സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കയറിയപ്പോൾ ഞങ്ങളുടെ ബർത്തിൽ ആ ഒരു ഇതിൽ വലിയ തിരക്കുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ സൈഡ് ബർത്താണ് എപ്പോഴും എടുക്കാറ്, സൈഡ് അപ്പുറം ലോഡായിട്ട് എടുക്കാറ്. ഞങ്ങളിൽ കയറിയിരുന്നു. പിച്ചും പാറും കളിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ മൊബൈലിൻ്റെ ഈ ഹെഡ്സെറ്റ് വിൽക്കുന്ന ആൾക്ക് വന്നു പോയി. ഞങ്ങളിങ്ങനെ ഓരോ പാലങ്ങളും പുഴകളൊക്കെ കണ്ട് അതിൻ്റെ ലിച്ചുവിൻ്റെയും പാറുവിൻ്റെയും കുറേ കഥകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആ കഥയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പുറത്തെ ഭംഗി ആസ്വദിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭാരതപ്പുഴേൻ്റെ അരികിലൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, അവിടെ തീരെ വെള്ളമൊക്കെ വറ്റി നിൽക്കുന്ന സമയമായിരുന്നു. ഇത് ആ ഒരു മാർച്ച് മാസത്തിലാണ്, മാർച്ച് ഏപ്രിൽ ആ സമയത്താണ് നമ്മൾ പോയത്. വീഡിയോ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇട്ടത്. നെൽവയലുകളെല്ലാം കൊയ്ത് കഴിഞ്ഞ് പുതിയ മെഷീനറി ഉപയോഗിച്ചിട്ടല്ലേ ഇപ്പോഴത്തെ കൊയ്ത്ത്. അതിൻ്റെ വൈക്കോല് ചുരുട്ടി വെച്ചിട്ടുണ്ട് നെൽപ്പാടങ്ങളിലെല്ലാം. അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ വിശപ്പ് തുടങ്ങി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിൻ്റെ കഴിക്കാമെന്ന് വിചാരിച്ച്. ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറുണ്ട്, ചെറിയ വറവുണ്ട്, കോഴിമുട്ടയുണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തി. ഇതാണ് ഞങ്ങളുടെ ഭക്ഷണം. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞതും ആശ നല്ല ഉറക്കത്തിലായി. ഞങ്ങളിരുന്ന അതിൽ ഭാഗത്ത് 2 സീറ്റും ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൽ ആൾ കയറിയിട്ടില്ല. ഇത് മംഗലാപുരത്ത് കയറിയിട്ട് കണ്ണൂരോടെ ഇറങ്ങി ഫ്രീ ആയതായിരിക്കാം. അപ്പോൾ ആശാൻ ഫുഡ് കഴിച്ചതും ആശാൻ സൈഡായിട്ട് പോയി കിടന്നുറങ്ങി. പാടുവിന് തന്നെ ഉറക്കമൊന്നുമില്ല. പാടു ഇച്ചുവിനെ എങ്ങനെയെങ്കിലും എണീപ്പിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അവൻ എണീറ്റതുമില്ല. അപ്പോഴത്തേനും നമ്മുടെ വണ്ടി പാലക്കാട് കഴിഞ്ഞായിരുന്നു. പാലക്കാട് കഴിഞ്ഞ് പശ്ചിമഘട്ട മലനിരകൾക്കരികിലൂടെയുള്ള യാത്രയാണ്. പിന്നെ അങ്ങോട്ട് പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള സ്ഥലം തന്നെയാണ്. ചൂട് കൂടുതലായിരിക്കും, മലനിരകളും. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കാട് വരാനുണ്ട്. അതാണ് ആ ഒരു പ്രതീക്ഷ. മിക്കവാറും ഞങ്ങൾ പോകുമ്പോൾ അവിടുന്ന് മാനിനെയൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ ആനേനെയും കണ്ടിട്ടുണ്ട് പലതവണ. അപ്പോൾ അങ്ങനെ യാത്രയിലെ നല്ല കൗതുകരമായ ഭംഗികൾ ആസ്വദിച്ച് പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇവിടെ പുതിയൊരു റെയിൽവേ ട്രാക്ക് വരുന്നുണ്ട് തോന്നുന്നു. അതിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. സൈഡിലെ മരങ്ങളൊക്കെ വെട്ടി ഒതുക്കിയിട്ടുണ്ട്. ഈ പാറക്കല്ലും ഇതെല്ലാം നീക്കിയിട്ട് അവിടെ ഒരു ട്രാക്ക് വരാനുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ യാത്രയുടെ ഇടയിൽ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞായിരുന്നു, തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചായിരുന്നേ. ഇത് എട്ടിമട എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു സ്റ്റേഷനാണ്. പാലക്കാട് നിന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ ബോർഡറിൽ വരുന്ന സ്റ്റേഷനുകളിലൊന്നാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു.
പിന്നെ അങ്ങോട്ടുള്ള യാത്ര തമിഴ്നാടിലൂടെയാണ്. ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. അവിടുന്ന് ഒരു യൂബർ വിളിച്ച് യൂബറിലായി പിന്നെയുള്ള യാത്ര. അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ, ഒരു 10 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ അരവിന്ദ് ഹോസ്പിറ്റൽ. അരവിന്ദ് ഹോസ്പിറ്റൽ അറിയാത്തവർക്ക് കൂടെ ഉപയോഗപ്പെടുന്നൊരു വീഡിയോ ആണ് ഇത്. നമ്മളീ പോകുന്ന വഴിക്ക് ഒരു പ്രത്യേകത തോന്നുന്നത്, ഇത് ഈ മുകളിൽ കാണുന്ന ഈ പാലം ഉണ്ടല്ലോ, ഒരു 10 കിലോമീറ്ററോളം വരുന്ന ഹൈവേ ആണ് മുകളിൽ കൂടെ പോകുന്നത്. ഈ റോഡിൽ തിരക്കായതുകൊണ്ട് ആ മുകളിലെ റോഡ് സ്ട്രെയിറ്റ് പോകുന്നവർക്ക് ഉപയോഗിക്കുകയാണ്. ഇവിടെ അടുത്തെവിടെ ഇറങ്ങാതെ ബൈപ്പാസ് കയറി പോകുന്ന പോലെ. ഇപ്പോൾ 10 കിലോമീറ്ററോളം ഉണ്ട് ഈ പാലം എന്നാണ് നമ്മുടെ ഈ യൂബർ ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞത്. ഞങ്ങളിവിടെ മലയാളികൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് തമിഴ് അറിയണമെന്നില്ല. കോയമ്പത്തൂരിൽ ഏത് മലയാളിക്ക് പോയാലും മലയാളം സംസാരിച്ചാൽ മതി. ഹോസ്പിറ്റലുകളുടെ ഒരു വലിയ കേന്ദ്രം തന്നെ പറയാം. മംഗലാപുരം പോലെ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇവിടെ അടുത്തടുത്തായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളീ പോകുന്ന അരവിന്ദ് ഹോസ്പിറ്റലിലാണെങ്കിലും ഒരുപാട് മലയാളികളുണ്ട്. എനിക്കൊന്ന് തിരുവനന്തപുരം മുതൽ ഈ കാസർഗോഡ് വരെയുള്ള ആളുകളും ഈ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ അത്രയും ട്രീറ്റ്മെൻറ്റുകൾ കുറവായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതിനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ ഹോസ്പിറ്റലിൽ. അങ്ങനെ കണ്ണിനെന്നല്ല, എൻ്റെ എല്ലാ വിഭാഗത്തിനുള്ള ഹോസ്പിറ്റൽ അടുത്തടുത്തായിട്ട് അവിടെ ഉണ്ട്. അതിൽ വർക്ക് ചെയ്യുന്നത് ഭൂരിഭാഗം മലയാളികളുമാണ്. എൻ്റെ ഉള്ളിലും മലയാളികളാണ്, വരുന്നവരും അധികം മലയാളികളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഇതിനുള്ളിൽ കയറുമ്പോൾ 2 ഭാഗം കാണാം. ലെഫ്റ്റ് സൈഡിലൊരു ഹോസ്പിറ്റലുണ്ട്, അതേപോലെ റൈറ്റ് സൈഡിലും ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിൽ പോണത് ഫ്രീ ആണ്, ഫ്രീ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടും. ഈ റൈറ്റ് സൈഡിലുള്ളത് പെയ്ഡാണ്. അപ്പോൾ എൻ്റെത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ആയതുകൊണ്ട് പെയ്ഡിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനവിടെ പോയി ഞങ്ങളുടെ OP ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇച്ചും പാടും അവിടെ അതിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും പാടെ കുറച്ച് നേരം കളിക്കാൻ വേണ്ടി ഇരുന്നു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. രാവിലെ വന്നു കഴിഞ്ഞാൽ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോവുക. അപ്പോൾ ആ ഒരു സമയം ഇവർ ബോർഡടി മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് രണ്ടുപേരും അവിടെ പോയിട്ട് കളിക്കും. അപ്പോൾ വൈഫ് അവരെ നോക്കിയിട്ട് അവരടുത്തിരിക്കും. ഞാനവിടെ ചെക്കപ്പിന് ഇരിക്കുന്നിടത്ത് ഇരിക്കുക ചെയ്യുക. ഒരു മരുന്ന് കണ്ണിലൊറ്റിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും കുറച്ച് നേരം. അപ്പം അങ്ങനെ കുറച്ച് സമയം കുട്ടികൾ രണ്ടാളും ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ നമുക്ക് അഡ്മിഷൻ റെഡി ആയിരുന്നേ. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് വന്നിട്ട് പിറ്റേ ദിവസം, അതായത് നാളെയാണ് സർജറി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളുണ്ട്, കുറച്ച് ബ്ലഡ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റൂമിൽ വന്നിരുന്നു. അന്നത്തെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. സർജറിക്ക് മുമ്പ് ഫുഡ് കഴിക്കണം. അപ്പോൾ താഴെ തന്നെ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ വന്നു. അവിടെ ഞാൻ സേവ മേടിച്ചു, ഇച്ചുവിന് ഭൂരിയും വാങ്ങിക്കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അന്ന് സർജറി കഴിഞ്ഞു. അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ വൈഫ് പുറത്തിറങ്ങി. അതിൽ ഒത്തിരി ആ ചുമരിൽ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളുണ്ട്. രാജാ രവിവർമ്മയുടെ ഈ ചിത്രങ്ങളാണ് കൂടുതൽ കാണുന്നത്. അവളതൊക്കെ കുറച്ചിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഞാനവിടെ കിടക്കുന്നുണ്ട്. നല്ല പെയിൻ ആയതുകൊണ്ട് അനങ്ങാൻ പറ്റില്ല. അനങ്ങാതെ കിടപ്പ് തന്നെയായിരുന്നു. ആ ഫ്ലോറിൽ കുറേ ചിത്രങ്ങൾ അവളിങ്ങനെ പകർത്തിയെടുത്തായിരുന്നു. കുറേ ഫോട്ടോസും എടുത്ത് വെച്ചായിരുന്നു. നല്ല രസമുള്ള ചിത്രങ്ങളാണ്. അങ്ങനെ ആ ദിവസം കഴിയാനായി. അപ്പോൾ ഇച്ചു ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, അപ്പോൾ അവിടെ കണ്ണില്ലേ, അവിടെ നിന്ന് എടുത്തോന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് ഡിസ്ചാർജായി. അപ്പോൾ അതേപോലെ അവിടെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം 1-2 ദിവസമൊക്കെ എടുത്തുള്ളൂ, വേഗം ഡിസ്ചാർജ് തരും. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് യാത്രയായി. ഇനിയിപ്പോൾ 2 ആഴ്ചയോളം നല്ലപോലെ റെസ്റ്റ് എടുക്കണം. ഈ സമയത്തൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെയിനുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുക ഒരു 2 ആഴ്ചയോളം. അപ്പോൾ ഞങ്ങൾ ഈ യാത്ര ഇവിടെ നിന്ന് കഴിഞ്ഞു. സർജറി കഴിഞ്ഞിട്ടുള്ള യാത്ര തിരിച്ച് യാത്ര ചെയ്യണം. അപ്പോൾ ആരെങ്കിലും ഇതേപോലെ കോയമ്പത്തൂർ പോകുന്നവരുണ്ടെങ്കിൽ
അവർക്ക് ഈ വീഡിയോ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും